ഹലോ ഗായ്സ്, അപ്പോൾ ഫ്രീ മൈൻഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ വണ്ടിയിലെടുത്തിട്ട് കുറച്ചായേ. ഇത് ഈ വണ്ടിയല്ലേ, ഇത് നമ്മളെ വൈഫ്. അതാണ് നമ്മളെ വണ്ടി. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മളെ പേജ് കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മൾ വന്ന വഴി എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ വന്നിച്ചില്ല, നമ്മുടെ നാട്ടിലുള്ള സ്ഥലത്താണ്. അവിടെ വന്നിച്ച് നമുക്ക് എന്താ കിട്ടുന്ന ആ സാധനം കൊണ്ട് നമ്മൾ കുക്ക് ചെയ്തിട്ട് ഭക്ഷണമാക്കി കഴിക്കാന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് പറഞ്ഞിട്ടുണ്ടായിനെ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിച്ച് നേരത്തെ വാട്ടാ. അപ്പോൾ വീഡിയോസ് എല്ലാം കണ്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നേരത്തെ വീഡിയോ കണ്ടിച്ച് വാ. അപ്പൊ ഇത് നമ്മളെ പഴയ തറവാട് വീടിനോട്ട് പോകുന്ന ഭാഗമാണ്. അപ്പൊ ഇതിന്റെ താഴെ തന്നെയാണ് മറ്റേ പുഴ വരുന്നത്. ഇപ്പൊ വീടെല്ലാം കുറച്ച് വീടെല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോകേണ്ടത് ഈ റോഡാണ്. അതിലെല്ലാം പണ്ട് ചെറുതിൽ കളിച്ചു വളർന്ന സ്ഥലമാണ് കേട്ടോ. ഈ പുഴയിലെല്ലാം ആറാടി കളിച്ച സ്ഥലമാണ്. അപ്പൊ നമുക്ക് ഈ വഴി അങ്ങോട്ടൊക്കെ പോകണ്ട. വീടിന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ 1 കിലോമീറ്റർ ഓഫ് റോഡാണ്. ഇതെല്ലാം പണ്ട് കുറേ മീൻ പിടിച്ച സ്ഥലമാണ് കേട്ടോ ഈ പുഴയെല്ലാം. അപ്പൊ നമ്മള് അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടി അപ്പുറത്ത് ഒരു അടിപൊളി സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ വണ്ടി ഇട്ടിട്ട് ചെറിയ കുക്കിങ്ങും പരിപാടിയെല്ലാം ആക്കിയിട്ട് അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ വന്നതായിരുന്നാണ്. അടിപൊളി ക്ലൈമറ്റ് കേട്ടോ, ഒരു രക്ഷയില്ല, നല്ല അടിപൊളി വ്യൂ. അപ്പോൾ നമ്മൾ വണ്ടി ചെറിയൊരു സ്ഥലത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈഫാടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി വേണ്ടത് എന്തെങ്കിലും കിട്ടുമോ നോക്കണം, മീൻ എന്തെങ്കിലും. അപ്പോൾ അതിനെ കിട്ടിയിട്ട് വേണം നമുക്ക് കുക്കിങ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് നേർക്കാം അതിനെ പരുതിയിട്ട് പോവാം. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോയി നോക്കാം. കത്തിയാൾ മാത്രമേ ഇല്ലേ, എന്തെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കി നോക്കാം. രണ്ട് സൈഡിലും ഇതുണ്ട്, അതായത് ചാല് പോലെ അപ്പുറം ഇപ്പുറമായിട്ടേ. നോക്കി നോക്കാം എന്തെങ്കിലും കിട്ടുമോ. ഇപ്പോൾ വീട് നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. നമ്മൾ ടൂൾസും പിടിച്ച് മുമ്പിൽ നടക്കുന്നുണ്ട്. ബാക്കിലുള്ള വൈഫ് തോർത്തും താല്പര്യമിട്ടോണ്ട് ഗ്യാഷ്. അതായത് നമ്മൾ വന്നിട്ടില്ല, ഏകദേശം ഒരു ഉച്ച ടൈമൊക്കെ വന്നിട്ടില്ല. ഒരു 1:30 ടൈം അയച്ചിട്ടുണ്ടാവേ. 1:30 ഇല്ല, കറക്റ്റ് 1:05. അപ്പോൾ ഇതിലും വെള്ളം നല്ലോണം പറ്റിയിട്ടുണ്ട്. അപ്പം പണ്ട് നമ്മൾ വരുന്നൊരു മഞ്ചാന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അടുത്തേക്കാണ് യാത്രയാക്കുന്നത്. നമുക്ക് ആടെ എത്തിയിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നല്ല ഹെവി കുക്കിംഗ് ഒക്കെ. ഇല്ലെങ്കിൽ പിന്നെ യവ കഷ്ണമായി പോയി. അപ്പൊ ഇവിടെ 2.5 കണ്ടാണ് ഗായ്സ്. നമ്മൾ വേറെ ഒന്നും എടുത്തിട്ടില്ല, നമ്മൾ ടൂൾസ് മാത്രം എടുത്തിട്ടില്ല. അപ്പോൾ ഒറ്റ വീട്ടിൽ 2 കഷ്ണായി പോയി ഗായ്സ്. 2 കാണുന്നുണ്ടോന്ന് അറിയില്ല, ഒറ്റ വീട്ടിന് 2 കഷ്ണായി. സാറില്ല, ഏതായാലും കഷ്ണിച്ചിട്ട് തന്നെയാണ് കറി വെക്കാണ്ട് പോകണ്ട്. അപ്പം അതിനെ കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ വന്നിട്ട് കുഴപ്പമൊന്നുമില്ല, ഒരു 2.5 കിട്ടിയില്ലേ. അതിൻ്റെ ഷെല്ല് കൊത്തിയ സമയത്ത് 2 പൊളപ്പായി പോയിട്ടുണ്ട് ഗ്യാസ്. ആ സാധനം അപ്പോൾ എനിക്ക് നമുക്ക് വേറെയും കൂടി കിട്ടാൻ നോക്കാം. വൈഫായിരുന്നു ഇങ്ങനെ നോക്കുന്നുണ്ടേ, കിട്ടില്ല. ഇത് പണ്ട് അമ്മച്ചിൻ്റെ ഒക്കെ മീൻ പിടിക്കാൻ പറ്റുന്ന അടിപൊളി സ്പോട്ടാണ്. അപ്പം വേറൊരു കാഴ്ച കൂടി കാണിച്ചതേ. ഇവിടെ ആരോ വന്നിട്ട് മുമ്പ് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്, അടുപ്പെല്ലാം കാണുന്നുണ്ടോ. അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേർക്കിനെ അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കട്ടെ. വണ്ടി അവിടെ നിന്ന് ഇട്ടെടുക്ക് നമ്മൾ അങ്ങോട്ടേക്ക് എടുക്കാനിരിക്കുകയാണ്. അവിടെ കുറച്ചും കൂടി നല്ല വൈബ് സ്ഥലമാണ്. അത്യാവശ്യം നമുക്ക് കുക്ക് ചെയ്യാനുള്ളൊരു ചെറിയൊരു ഏരിയയും കൂടി ഉണ്ട്. എന്തെല്ലാം അടിച്ച് പൊളിയുന്നുണ്ട് ഗായ്സ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാട്ടുമുലകൾ വണ്ടി കൊണ്ട് പോകുന്നത് എടുത്തിട്ട്. അതായത് എൻ്റെ ഇൻസ്റ്റാ പേജിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല ഞാൻ എപ്പോൾ വണ്ടി എടുത്തത്. എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 മാസത്തോളമായി. ഞാൻ 3 മാസത്തിനിടയ്ക്ക് ഞാനിപ്പോൾ കാട്ടിലേക്ക് വണ്ടി ഇരിക്കുന്നത്. അപ്പോൾ അവൻ കുറച്ച് ദൂരം നടന്നു നോക്കിയേ, വണ്ടി വെച്ചെടുക്കുന്നത്. നമുക്ക് കിട്ടിയ ഒരു ഞണ്ട് മാത്രമേ ഇല്ലേ. അപ്പോൾ ഇതിനെ നേർക്ക് നമുക്ക് കുക്കാക്കേ. വൈഫ് മുമ്പിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തിൽ കുക്കിങ്ങിലേക്ക് നമ്മൾ എടുത്ത് കിടക്കാണ്ട് പോയാൽ വൈഫ് കൊള്ളിയും കൊണ്ട് വരുന്നുണ്ട് ഗ്യാസ്. അങ്ങനെ നമ്മൾ കുറച്ച് വിറകും ഒരു 4 കല്ലും സെറ്റ് 3 കല്ലും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കിട്ടിയ ഞണ്ടിൽ നമ്മൾ ഫ്രൈ ആക്കാണ്ട് പോയത്.
നടന്ന ക്ഷീണത്തിൽ വൈഫാണ് വെള്ളം കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുപ്പ് സെറ്റാക്കണം. അപ്പോൾ നമ്മൾ വീഡിയോ ആയിട്ട് നമ്മൾ അടുപ്പ് സെറ്റാക്കാൻ പോണേ. വീഡിയോ ആയിട്ട് നമ്മൾ അടുപ്പ് സെറ്റാക്കണേ വെച്ചിട്ടുണ്ട്. കുറച്ച് വിറക് കൊണ്ടുവന്നിട്ടുണ്ട്. വിറകൊന്ന് പൊട്ടിച്ചിട്ടൊന്ന് കനലാവോ നോക്കി. ഇന്നലെ രാത്രിക്ക് നല്ല മഴ പെയ്തിട്ടുണ്ട്. അതിനെ ഇത് ഉണങ്ങിയിട്ടില്ല. കത്തിച്ച് നോക്കേ. കുറച്ച് വിറകും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. അത് നമ്മ തീ കൊടുക്കാണ്ട് പോവേന്നെ. വിധത്തിൽ അമ്മ കത്തിച്ചെടുത്തിട്ടുണ്ട്. ഇന്നലെ മഴ പെയ്തുകൊണ്ട് കുറച്ച് കത്താൻ കുറച്ച് പണിയാണ്. കുറച്ച് ചുള്ളിക്കൊമ്പലിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഇത് കത്തിയൊന്ന് സെറ്റായിട്ട് വേണം കുറച്ച് വലിയ വലിയ വിറക് ഇട്ടിട്ട് അടുത്തൊന്ന് ചൂടാക്കി എടുക്കാനാ. ഈ ക്യാമ്പിങ്, അതായത് വിറകടുപ്പ് കത്തിച്ചിട്ട് ക്യാമ്പ് ചെയ്യുന്നതിൽ സമ്മതിക്കണം കേട്ടോ. അപ്പം നമ്മളൊരു വിധത്തിൽ എങ്ങോട്ടോ അടുപ്പ് കത്തിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വിറക് വേണം. അപ്പോൾ ഇവിടെ കൊണ്ടിട്ട വിറക് ഫുള്ള് എന്താ പറയുക നഞ്ഞിട്ട് ആകിയതായിട്ടല്ലേ. അപ്പോൾ അങ്ങോട്ടായിട്ടും പോയി നോക്കിയിട്ട് എന്തെങ്കിലും വിറക് കിട്ടാൻ നോക്കട്ടെ. അപ്പോൾ ഇതൊന്ന് കത്തി സെറ്റാവട്ടെന്ന്, നഞ്ഞതെല്ലാം ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമുക്കിനി അങ്ങോട്ടായിട്ട് പോയി നോക്കാം. അപ്പം വൈഫ് ഇതിനെ വരുമ്പോഴത്തേക്ക് വൃത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. ആ ഞണ്ടിനെ വൃത്തിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളങ്ങോട്ട് പോയി നോക്കട്ടെ. അങ്ങനെ വൈഫ് തട്ടകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ രണ്ട് ഇത് കൊണ്ടുവന്നിട്ടില്ലേ. ഒന്ന് ചീൻചട്ടി, രണ്ടിൻ്റെ പേന. വെറുതെ അടുപ്പിൽ വെക്കുന്ന ആയതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങനെ കൊണ്ടുവരാണ്. പിന്നെ വൈഫ് വെറുതെ ഇതിൻ്റെ കോലം നോക്കുകയാണ്. പിന്നെ വീടൊക്കെ കൊണ്ടുവന്നിട്ട് വെറുതെ കരി പിടിപ്പിക്കാണ്ടല്ലോ വെച്ചിട്ടാണ് ആ സാധനം എടുത്തിട്ടുണ്ടായിരുന്നെ. അപ്പോൾ നമ്മളെ വീഡിയോസിൽ അത്യാവശ്യം വ്യൂസ് കയറുന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടും കുറച്ചും കൂടി അപ്ഗ്രേഡ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കാം. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ്. അപ്പം നമ്മളെ വീഡിയോസ് എല്ലാം കണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം വൈഫ് അത് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ പോയിട്ട് 2-3 വിറക് കിട്ടുമോ നോക്കട്ടെ. അപ്പം വൈഫ് വരുമ്പോഴത്തേക്ക് സെറ്റാക്കി വെക്കുമെന്ന് വിചാരിക്കുന്നത്. സെറ്റാക്കി വെക്കുന്നല്ല വിചാരിക്കുന്ന മൂപ്പർ പറയുന്നത്. അപ്പം വരുമ്പോഴത്തേക്ക് സെറ്റാക്കിയിട്ട് വെക്കുന്ന മൂപ്പർ പറയുന്നത്. അതോ ഞാൻ പോയി വിറകെടുത്തിട്ട് തരട്ടെ. അപ്പം പോയിട്ട് തരാം. അതല്ലേ പറഞ്ഞു നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് ചാനലെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ആക്കുന്നത്. ഇത് നമ്മളെ അത്യാവശ്യം വരായത് കൊണ്ട് നല്ല ഉറപ്പുണ്ട്. ഇങ്ങനത്തെ 2 വിറക് മതി. അതെ നമുക്ക് നമ്മളെ ആവശ്യത്തിന്. അപ്പോൾ അടുപ്പിൽ നമ്മൾ 2 വിറക് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കത് മതിയാവേ. അപ്പം വൈഫ് ഞണ്ടെല്ലാം സെറ്റാക്കിയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ എടുത്ത് ചട്ടി കുഞ്ഞതാണ്. അതിമേലെ നമുക്ക് ആക്കണ്ടേ. പിന്നെ
അപ്പോൾ നമ്മളെല്ലാം പച്ചക്കറിയെല്ലാം മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പിലേക്ക് വെക്കാൻ വേണ്ടി പോവേനെ. അടുപ്പ് സെറ്റാക്കി തീ ഇങ്ങനെ കത്തുന്നുണ്ടേ. അപ്പോൾ നമ്മളെ വൈഫാണ് നമുക്കിതെല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട് അതിനെ. അപ്പോൾ നമ്മളെ ടൈം കൊണ്ട് അടുപ്പ് സെറ്റാക്കിയിട്ടുണ്ട്. അതിനെ അടുപ്പിലേക്ക് നേർക്ക് കയറ്റാം നമുക്കിത്. അപ്പോൾ നമ്മൾ അടുപ്പിലേക്ക് സാധനം സെറ്റാക്കാൻ വേണ്ടി പോവേനെ. അത് ചട്ടി ചെറിയ ചട്ടിയായിട്ട് സ്കീമായിട്ടല്ല. ഓക്കെ, ചട്ടി ഒന്ന് ചൂടാവട്ടെ. നമുക്ക് വെളിച്ചെണ്ണ വെച്ചെടുക്കാം. വെളിച്ചെണ്ണ നമ്മൾ യൂസ് ആക്കുന്നത് കടുക് എണ്ണയാണ്. ഒരു 6-7 മാസമായിട്ട് കടുക് എണ്ണയാണ് നമ്മൾ യൂസ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നേരത്തെ കറി വെക്കാൻ വേണ്ടിക്ക് പോവേ. നമുക്ക് ആദ്യം വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം. എൻ്റെ മോനെ, ഈ വിറകടുപ്പ് കത്തിക്കല് ഒരു ചെറിയ പരിപാടിയൊന്നുമല്ല കേട്ടോ, ചില്ലറ പരിപാടിയൊന്നുമല്ല. നമ്മൾ വെളുത്തുള്ളി ഉള്ളിയിലിട്ടിട്ട്, അതായത് വെളുത്തുള്ളി ഇഞ്ചിയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് ഇതിൽ ഉള്ളി തക്കാളി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മളെ നിശേഷിൻ്റെ വീഡിയോസ് എല്ലാം കാണലുണ്ട്. 143 നിശേഷ് ഏട്ടൻ്റെ പേരെന്താണെന്ന് അറിയില്ലേ, എപ്പോഴും നിശ ഏട്ടൻ വിളിക്കുന്ന കേൾക്കാം. വൈഫ് അമ്മ ആറ് നോക്കിക്കൊണ്ടിരിക്കത്. അപ്പം ഇതിന്റെ ക്യാമ്പിങ്ങിന്റെ പരിപാടി മുമ്പേ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് നിന്നതന്നെ. പക്ഷെ തലമിൽ കുറെ ഉത്തരവാദിത്തങ്ങളില്ലോണ്ട് നമുക്കിങ്ങനെ ലീവാക്കിയിട്ടുള്ള ഒരു പരിപാടി നമുക്ക് നടക്കൂലേ. ലീവാക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, ഇത് ഈടെ പൈസ കൊടുക്കാണ്ട്, വാടക കൊടുക്കാണ്ട്, കറണ്ട് ബില്ല് അത് ഇതെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം സെറ്റായി വന്നിട്ടുണ്ടേ. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇത് വല്ല പ്ലാൻ ആക്കിയിട്ട് വന്നതല്ല. അപ്പം അമ്മക്ക് ഇതിൽ വല്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ എടുത്തിട്ടില്ലേ. അതൊന്ന് വയങ്ങി വന്നിട്ടാകുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി മതി. അപ്പം നമ്മുടെ തക്കാളിയിൽ ഇട്ടിട്ടുണ്ടേ. പിന്നെ ഇതിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടണേ. അപ്പം പിന്നെ പണ്ടേന്ന് ചെറുതിലെ കല്ലുപ്പ് മാത്രമേ യൂസ് ആക്കുകയല്ലേ. പിന്നെ അതിനിടക്ക് പൊടിയുപ്പും വാങ്ങലുണ്ടായിന്. പക്ഷെ ഇപ്പം കല്യാണം കഴിഞ്ഞ ശേഷം കല്ലുപ്പ് മാത്രം ആക്കുകയല്ലേ. അപ്പം നമുക്ക് കുറച്ച് കല്ലുപ്പും കൂടി അതിൽ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം പ്രത്യേകിച്ച് അത് പ്ലാൻ ആക്കാണ്ട് വന്നോണ്ടാണ് ചെറിയൊരു സ്ക്രീൻ കട്ടിങ് കൊണ്ട് വന്നേ. പിന്നെ നമ്മളെ വീഡിയോസ് എല്ലാം കണ്ട് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിനെക്കാട്ടും കുറച്ചും കൂടി അപ്ഗ്രേഡ് ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് മുമ്പിലേക്ക് ചെയ്യണമെന്ന് ആശയുണ്ടായിന്. ഇപ്പാണ് സമയം കിട്ടിയത്. ഇപ്പം അമ്മ ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യം ഇതേമാതിരി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സന്തോഷകരവും ആനന്ദകരവും ആവുന്നതായിരിക്കും. ഇല്ലെങ്കിൽ വെറും ജീവിതം പണി വീട് കുറേ കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ അതെല്ലാം തീർത്തിട്ടായ മതി എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം അന്തരീക്ഷങ്ങളെല്ലാം കുറച്ച് മാറി വരുന്നുണ്ട്. നല്ല അടിപൊളി ക്ലൈമറ്റ്, വൈബ്, ഒരു രക്ഷയില്ലേ, കിടില ആംബിയർ. നമ്മളെ കറിയാടുന്ന ആയിക്കൊടുക്കുന്നുണ്ട്. നമ്മളെ വണ്ടിയാട് ഇട്ടിട്ടുണ്ട്, പോയി നോക്കാം എന്തായാണ്. സെറ്റായി വരുന്നുണ്ട്. പക്ഷെ ഈ വിറകടുപ്പ് കത്തിക്കലാന്ന് മോനെ ചെറിയ ചില്ലറ ടാസ്ക് ഒന്നല്ലേ. വൈഫെല്ലാം ഉറക്കം പതിച്ച് വീട്ടിട്ട് അപ്പം
സാധനം സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് സെറ്റാക്കിയിട്ടാകുമ്പോൾ കാണിച്ചു തരാം. നമ്മളെ ഇതിലിടാൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ഇത് ഈ 3 സാധനങ്ങൾ മാത്രമേ ഇല്ല. ഇത് എങ്ങനെ ഉണ്ടാകും കറിയുടെ ടേസ്റ്റ് ഒന്നും പറയാൻ കഴിയില്ലേ. അത് കൊണ്ടുവന്നത് ഇതാ എരിവില്ലാത്ത മുളക് പൊടി. ഇത് വൈഫിൻ്റെ മെയിൻ സാധനമാണ്. പിന്നെ ഇത് മഞ്ഞൾപ്പൊടിയാണ്. ഈ സാധനവും കുറച്ച് ഉപ്പും മാത്രം ഉണ്ടല്ലോ. ടോട്ടൽ 4 സാധനവും പിന്നെ നമ്മുടെ പാത്രങ്ങൾ. അതല്ലാണ്ട് വേറൊരു സാധനം കൊണ്ടുവന്നിട്ടില്ല. വലിയ പ്രതീക്ഷ ഒന്നും ഇല്ലാണ്ട് വന്നതാണ്. ഇപ്പം ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് വന്നതാണ്. വൈഫിനൊന്നും അറിയാമല്ലോ. വൈഫിനൊന്നും അറിയില്ല. ക്യാമറേൻ്റെ മുമ്പിൽ വരാൻ ഭയങ്കര മടിയാണ് മൂപ്പർക്ക്. എന്താ പറയുക, മറ്റേ മുമ്പൊരു വീഡിയോ നമുക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായത്. മേക്കപ്പും സാധനങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ക്യാമറേൻ്റെ മുമ്പിൽ വരാൻ കഴിയില്ലെന്ന്. നമുക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല. അപ്പം നമുക്ക് നേരത്തെ കുക്കിങ് എന്ത് ഞാൻ സുന്ദരനാണെന്നാണ് പറയുന്നത്. ഞാനൊരു സുന്ദരനും അല്ലേ. സാധാരണക്കാരൻ ജീവിക്കാൻ വേണ്ടിയൊക്കെ പടാപ്പട് വിടുന്ന എല്ലാ മനുഷ്യരും 100,000 കോടിയിൽ ഒരു മനുഷ്യനാണ് ഞാനും. അപ്പം ഇന്ന് ലീവായ സമയത്ത് വെറുതെ ലീവായതല്ല ആക്കിയതാണ്. ഇടയ്ക്കിടയ്ക്കൊരു എൻ്റർടൈൻമെൻ്റ് എല്ലാം വേണ്ടേ. വെറും പണി വീട് എന്നാകുമ്പോൾ എന്ത് സുഖമില്ലേ. അപ്പോൾ നമുക്ക് നേർക്ക് ആക്കിച്ച് നമുക്ക് കാണാം. അങ്ങനെ നമ്മളെ എല്ലാ പരിപാടി അയച്ചിട്ടുണ്ട്. വൈഫ് ഇതാ ഇവിടെ ഇരുന്നിട്ട് കഴിക്കാൻ വേണ്ടിയെങ്കിലും തൊണ്ടപ്പാടുള്ള മൂപ്പറില്ലതേ. കറി എങ്ങനെ അയച്ചിട്ടുണ്ടേ കഴിച്ചു നോക്കറ എന്താണ്ട് അവസ്ഥ നോക്കി നോക്കിയേ. അപ്പം നമ്മളെ ഞണ്ട് കറി സെറ്റായിട്ടുണ്ടേ. ഞണ്ട് കറിയും പിന്നെ ഇതും അങ്ങനെ നമ്മളെ ഞണ്ട് കറി അങ്ങനെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വേറെ പാത്രങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ലേ. അപ്പം ഞണ്ട് കറി വിളമ്പി സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ച് ഗ്രേവിയും കൂടി സെറ്റാക്കിയാൽ വൈബായ. ഞാൻ പ്രകൃതിയെല്ലാം ഇങ്ങനെ ആസ്വദിച്ചിട്ട് ഇപ്പൊ പ്രകൃതിയെ നമ്മൾ ആസ്വദിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ടേസ്റ്റ് ഒന്നും ഉണ്ടാവുമെന്ന് അറിയില്ല. നോക്കി അറിയാം. എന്താ എനിക്കിതിനെ പറ്റി ഒന്നും പറയല്ലേ. മൂപ്പർക്ക് ഭയങ്കര ഷൈയാണ് കേട്ടോ. സാധനം ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ആകെ ഇതിൽ ചേർത്തത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ആ കണ്ട ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി തന്നെ. സാധനം ഒരു രക്ഷയില്ല കേട്ടോ. പൊളി. നമ്മളൊന്നും പ്രതീക്ഷിച്ചൊന്നുണ്ടായിട്ടാ. പക്ഷെ നമുക്ക് വന്നൊരു ഞണ്ടര കിട്ടി. നമ്മൾ ആസ്വദിച്ച് കഴിച്ചോണ്ടിരിക്കുന്നു. ആ ഒരു ഞണ്ടായാലും ഇപ്പം കുറേ ഞണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തിന്ന് മടുത്തോലെ. പക്ഷെ ഈ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഇത് കഴിച്ചിട്ട് കാണാം. എന്നാല് ഒരു രക്ഷത കിട്ടില്ല സാധനം കേട്ടോ. മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. വെറും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, ഉള്ളി, ഇതല്ലാണ്ട് വേറൊരു സാധനം ഇത് സെറ്റാക്കിയിട്ട്. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഇല്ലേ. സാധനം കുറച്ച് എരികൂടി പോയെന്നൊരു ഡൗട്ടുണ്ട്. വല്ല പ്രത്യേകിച്ച് വല്ല പ്ലാനൊന്നും ആക്കാണ്ട് വന്നിട്ടുണ്ട് അതിനെ. അപ്പോൾ ഇത് നമ്മളെ ചാനലിൽ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. വീഡിയോസ് എല്ലാം കണ്ട് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് മുമ്പോട്ടേക്ക് എന്തെങ്കിലും ചെയ്യാനൊരു പ്രചോദനം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കാം. അപ്പം അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ. അപ്പം നമ്മൾ രണ്ടിൻ്റെ ഇറുക്കാലെല്ലാം പൊട്ടിച്ചിട്ടുണ്ടേ. ഇറുക്കാല് പൊട്ടിച്ചിട്ട് നല്ല ഇറച്ചിതാ. സെറ്റ് ഇറച്ചിയാ. പൊള്ളിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. വൈഫ് ഇടുന്ന് മത്സരിച്ച് പിടിക്കുക. ക്യാമറ തിരിയുമ്പോഴത്തേക്ക് പിന്നെ മുപ്പറ് ഫുള്ള് ഈ അവസ്ഥയാണ്. ക്യാമറ മാർക്ക് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയണ്ട. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് പണ്ട് അമ്മമ്മച്ചിൻ്റെ ഒക്കെ നമ്മള് ഉണക്കച്ചെമ്മീൻ പിടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പിടിക്കാൻ പോകുന്ന സമയത്തെല്ലാം നമ്മളിത് ഉണക്കിരുന്ന പാലത്തിൻ്റെ മുകളിലാണ് നിന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത്. ഇന്നിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് അമ്മമ്മച്ചിൻ്റെ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ചെറിയ നേറ്റ് പാത്രത്തിൽ കുറച്ച് കഞ്ഞിയും തൈര് പിന്നെ പച്ചമുളക് ഇട്ടിട്ട് വരിക.
അപ്പം ബെസ്റ്റ് അമ്മമ്മയെന്ന് പറയുമ്പോൾ അമ്മമ്മ പറയും എന്നാൽ വേഗം കരക്കേറി അത് അവിടെ തൂക്കിലുണ്ട് അതെടുത്ത് കഴിക്കണം അമ്മമ്മ പറയും. അതെല്ലാം ഒരു ചെറിയൊരു നൊസ്റ്റാൾജിയ 5ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്ത്. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ കുക്കിംഗ് എല്ലാം ആക്കി കഴിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പണ്ട് ചെറുതിൽ നമ്മൾ ചിരട്ടയിൽ ചോറ് കളിക്കുന്നില്ലല്ലേ, അതിൻ്റെ കുറച്ചും കൂടി അപ്ഗ്രേഡ് ആയ വേർഷനെ. അപ്പോൾ ഇത്രയല്ലേ. അപ്പോൾ വീഡിയോസിലൊക്കെ കണ്ട് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ആക്കണേ. അപ്പം വീണ്ടും അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.